അമേരിക്കയുടെ 7 പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ GCC രാഷ്ട്രങ്ങളായ ഖത്തർ, അതുപോലെ തന്നെ ബഹ്റൈൻ, കുവൈത്ത്, അതുപോലെ UAE, ഒമാൻ തുടങ്ങിയ 5 രാഷ്ട്രങ്ങളിലും ഇറാൻ ഇന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ജോർദാനിലുള്ള 2 എയർബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ 14 സൈനികർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ട് വരുന്നു. അതോടൊപ്പം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രഹരമാണ് ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. UAEയിലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ജഫ്ര വ്യോമതാവളം പൂർണ്ണമായും തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നു. ഇവിടെ നിന്നുമുള്ള നിർണായക പ്രാദേശിക വ്യോമ പ്രവർത്തനങ്ങളെല്ലാം ഇത് വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഖത്തറിൽ പ്രധാനമായും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്ററാണ് ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനികർക്കെല്ലാമുള്ള കമ്മ്യൂണിക്കേഷൻ ഏകോപിക്കുന്ന കേന്ദ്രം, ഈ കേന്ദ്രത്തിന് നേരെ ആക്രമണം, അതിന്റെ ആന്റിന തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളുടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഫാക്ടറിയും മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ കുവൈത്തിലുള്ള പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന പാട്രിയറ്റ് സംവിധാനം, അതിന്റെ ഒരു യൂണിറ്റ് തകർത്തതായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ജോർദാനിലുള്ള 2 ബേസുകൾ ആക്രമിച്ചിരിക്കുകയാണ്. അതുപോലെ ഒമാനിൽ ദുഃഖം എന്നറിയപ്പെടുന്ന പോർട്ടിൽ അവിടെയുള്ള അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്കും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾക്കും ഇന്ധനം നിറക്കുന്ന ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അമേരിക്കക്ക് ആക്രമണം നടത്താനുള്ള വേഗത നശിപ്പിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ധനം നിറക്കുന്നിട അതിനുപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇറാൻ തകർത്തിരിക്കുന്നത്. അതുപോലെ ജോർദാനിൽ 2 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് മോഫക് സ്വൽത്തി എന്നറിയപ്പെടുന്ന ഇപ്പോൾ അമേരിക്ക ആക്രമണത്തിനെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബേസ് ആണ്. ഈ ബേസിൽ ശക്തമായ ആക്രമണമുണ്ട്. എന്നാൽ അവിടെ ആദ്യമായി മറ്റൊരു എയർബേസ്, അതായത് അമീർ ഹസൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ബേസിന് നേരെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ MQ-9 റീപ്പറുകളുടെ ഡിപ്പോയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ ഏകദേശം 4 MQ-9 റീപ്പർ നശിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. US കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അതുപോലെ ഈ ഒരു വ്യോമതാവളത്തിൽ തകർത്തിരിക്കുകയാണ്. അമേരിക്കയുടെ ആക്രമണങ്ങളെ ഏകോപിപ്പിക്കുന്ന വളരെ തന്ത്രപരമായ ഒരു സെന്ററിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജോർദാനിൽ US ഇന്ധന ഡിപ്പോകൾക്കു നേരെയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി ഇത് തകർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മേഖലകളെല്ലാം ഒരേ സമയം ഇറാൻ ആക്രമിച്ചു എന്നത് അമേരിക്കയുടെ ആക്രമണത്തിന്റെ വേഗത, അല്ലെങ്കിൽ ഒരു വ്യാപകമായ ആക്രമണം പെട്ടെന്ന് നടത്താൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയെ എത്തിക്കുന്നു. ഈ കേന്ദ്രങ്ങളെല്ലാം ഇറാൻ ഒരേ സമയം ആക്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പെട്ടെന്നുള്ള ആക്രമണം നടത്തുക എന്നത് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും. അത്തരത്തിലുള്ള വളരെ തന്ത്രപരമായ ഒരു ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ ഒരു സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വ്യാപകമായ ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇത് വലിയ നാശം അമേരിക്കക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല പെട്ടെന്ന് എയർ സ്ട്രൈക്ക് നടത്താനുള്ള കഴിവ് നശിപ്പിക്കുന്ന രീതിയിൽ കൂടെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്.